ഓക്കെ സാർ, ഞാനപ്പോ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ ഐടിഐ, പോളി, എഞ്ചിനീയറിംഗ് കഴിഞ്ഞ പിള്ളേർക്കല്ലേ കുറച്ചും കൂടി ഈ കോഴ്സ് നന്നായിരിക്കുക? അതായത് ഐ.ടി.ഐ, പോളി, എഞ്ചിനീയറിംഗ് കഴിഞ്ഞ കുട്ടികൾക്കാണ് ശരിക്ക് പ്രൊഫൈലിലേക്ക് പോകേണ്ട കുട്ടികൾ. നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഇപ്പോൾ ബികോം പഠിച്ച കുട്ടികൾ അതിന് മുമ്പ് നമ്മൾ കൊമേഴ്സ് പഠിക്കുന്നു എന്ന് പറയുന്നത് പോലെ ശരിക്ക് ഈ ഈ ജോലിക്ക് വേണ്ടി സെറ്റിലായി പഠിച്ച് പഠിച്ച് വരുന്ന കുട്ടികൾ അവരാണ്. പക്ഷെ പലപ്പോഴും എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ എന്താ പറയുക, ഈ കോഴ്സ് കഴിയുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ജോലി കിട്ടാവുന്ന സ്ഥലങ്ങളിലേക്ക് പോകാൻ നോക്കുമ്പോൾ ഇത്തരം കോഴ്സുകൾ പഠിച്ചിട്ടായിരിക്കില്ല അവർ പോവുക. ഇപ്പോൾ 10ാം ക്ലാസ് തോറ്റ ഒരാൾക്ക് പോയാലും CNCയുടെ ഓപ്പറേറ്റർ ജോലി കിട്ടും. അതിനിപ്പോൾ നമ്മളിതൊന്നും പഠിക്കേണ്ട കാര്യമില്ല. അടുത്ത ലെവലിലേക്ക് പോകാനായിട്ടാണ് അത് ആവശ്യമുള്ളത്. അപ്പോൾ പലപ്പോഴും കുട്ടികളുടെ ഒരു വിഷമാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അപ്രന്റീസ്ഷിപ്പ് ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ട് പലരും തെറ്റിദ്ധരിപ്പിക്കും. അപ്പോൾ ഈ അപ്രന്റീസ്ഷിപ്പിന് ഒരു പോയി കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ സർക്കാർ ജോലികളൊക്കെ വളരെ കുറവാണ് നമുക്കിവിടെ കിട്ടാനുള്ളൂ. വിദേശത്ത് പോകുന്നൊന്നും സർക്കാർ ജോലിയായിട്ടൊന്നല്ല പോകുന്നത്. അവിടെ നിന്ന് അപ്രന്റീസ്ഷിപ്പിനും പോയി സർട്ടിഫിക്കറ്റ് ചോദിക്കാറുമില്ല. ഒരു സ്കിൽ മേഖലയാണ്. നമുക്ക് നൈപുണ്യമുണ്ടോ എന്നാണ് ആൾക്കാർ നോക്കുന്നത്. അപ്പോൾ ഈ കുട്ടികൾ ഈ അപ്രന്റീസ്ഷിപ്പ് ഒക്കെ കഴിഞ്ഞിട്ടൊക്കെ തിരിച്ചു വരുമ്പോഴേക്കെന്ന് പറയുമ്പോൾ ഏതാണ്ട് അവർ സ്ഥിരമായിട്ടൊരു വരുമാനം ഒരു 10,000 പോക്കറ്റ് വന്നു തുടങ്ങിയിട്ടുണ്ടാവും. ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് നിർത്തിയിട്ട് നമുക്ക് വരാൻ പറ്റില്ല. അപ്പോഴേ എന്തൊരു കുറി എന്തെങ്കിലുമൊക്കെ ചെറുകിട പരിപാടികൾക്കൊക്കെ കാശ് വെച്ച് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഇവർക്ക് ഒരിക്കലും തിരിച്ചു വന്നിട്ടൊരു കോഴ്സ് പഠിച്ചിട്ട് വീണ്ടും പോകാനായിട്ടൊരു 4 മാസം 6 മാസം ഒന്നും ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ കുട്ടികൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ആ പണിയിൽ നിന്ന് അടുത്ത സ്റ്റേജിലേക്ക് കയറാൻ പറ്റാണ്ടാവുമ്പോൾ ആ പണിയൊക്കെ നിർത്തിയിട്ട് വേറെ എന്തെങ്കിലും ഫീൽഡിലേക്ക് മാറിപ്പോകും. സത്യത്തിൽ അതുകൊണ്ടാണ് നമ്മൾ ഈ +2 കഴിഞ്ഞ കുട്ടികൾ, ഈ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികളൊക്കെ ഇവിടുന്ന് കയറ്റി വിടേണ്ടി വരുന്നത്. ഇപ്പൊ എഞ്ചിനീയറിംഗിൽ ഇപ്പോൾ പോകേണ്ട കുട്ടികൾക്ക് പകരമാണ് ബികോം പഠിച്ച ആൾ ഇവിടുന്ന് പോളണ്ടിലേക്ക് CNC ഓപ്പറേറ്റർ ആയിട്ട് പോകുന്നത്. അപ്പോൾ ഈ കുട്ടികൾ ഇപ്പോൾ +2 കഴിഞ്ഞ കുട്ടികൾ ഇവിടുന്ന് മലേഷ്യക്കും അല്ലെങ്കിൽ പോളണ്ടിലേക്കും അല്ലെങ്കിൽ സിംഗപ്പൂരും മലേഷ്യ ഒക്കെ പോകുന്നതിന്റെ ബേസിക് കാരണം മറ്റേ കുട്ടികൾ അത് വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ പഠിപ്പിനനുസരിച്ചുള്ള ജോലി കണ്ടെത്താനായിട്ട് ആ കുട്ടികൾക്ക് കൃത്യമായ അറിവ് കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് വഴിതെറ്റി പോകുന്നത്. അവിടെയാണ്. അപ്പൊ അവര് വരികയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അവരുടെ മേഖലയാണ്. അവരാണ് കയറിപ്പോവാൻ ഏറ്റവും സാധ്യതയുള്ള ആൾക്കാർ. ഇത് വരുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ സങ്കടം.